നമസ്കാരം. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാധ്യമങ്ങളെയോ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയോ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്താൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവിന്റെ സ്ഥാപകൻ KA പോൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് തള്ളി. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചകൾ നടത്താനുള്ള പൂർണ്ണ അധികാരം തനിക്കും കേന്ദ്ര സർക്കാരിനും മാത്രമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കണമെന്ന് ഈ ഹർജിയിൽ KA പോൾ ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, കാന്തപുരവും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും ചേർന്ന് വ്യാപകമായി പണപ്പിരിവ് നടത്തുന്നുണ്ടെന്നും അത് നിർത്തലാക്കാൻ സുപ്രീം കോടതി ഇടപെടണമെന്നും KA പോൾ ആവശ്യപ്പെട്ടിരുന്നു. മാധ്യമ റിപ്പോർട്ടിംഗ് വിലക്കണമെന്ന് നൽകിയ ഹർജിയിൽ നിമിഷപ്രിയയും അമ്മ പ്രേമകുമാരിയും പവർ ഓഫ് അറ്റോർണി സാമുവൽ ജെറോമും ഒപ്പുവെച്ചിരുന്നെങ്കിലും സുപ്രീം കോടതി ഇത് അംഗീകരിച്ചില്ല. ഹർജി നൽകിയ KA പോളിനെ രൂക്ഷമായി തന്നെ സുപ്രീം കോടതി വിമർശിച്ചു. താങ്കൾക്ക് പ്രശസ്തിക്ക് വേണ്ടിയാണോ താങ്കൾ ഇത്തരത്തിലുള്ള ഹർജി നൽകുന്നതെന്ന് സുപ്രീം കോടതി ചോദിച്ചു. മാത്രമല്ല, സുപ്രീം കോടതിയുടെ വിലപ്പെട്ട സമയം ഇത്തരത്തിലുള്ള ഹർജികൾ നൽകി പാഴാക്കരുതെന്നും രൂക്ഷമായ ഭാഷയിൽ തന്നെ KA പോളിനെ വിമർശിച്ചു. KA പോൾ ആകട്ടെ 7 ദിവസത്തിനുള്ളിൽ ഇനിയും തനിക്ക് അല്ലെങ്കിൽ നിമിഷപ്രിയയെ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ താൻ ഇനിയും കോടതിയെ സമീപിക്കുമെന്ന് അറിയിപ്പ് നൽകി. നിലവിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സർക്കാർ അതിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളെ വ്യക്തമായി തന്നെ അറിയിക്കുന്നുണ്ടെന്നും അറ്റോർണി ജനറൽ R വെങ്കട്ടരമണി സുപ്രീം കോടതിയെ ധരിപ്പിച്ചു. KA പോളുമായി ബന്ധപ്പെട്ട ഒരു ഇമെയിൽ സുപ്രീം കോടതിയിലേക്ക് വരികയും അത് പവർ ഓഫ് അറ്റോർണി സാമുവൽ ജെറോം അയച്ചതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. മാത്രമല്ല, ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ താൻ ഉത്തരവാദിയല്ല എന്ന് KA പോൾ സുപ്രീം കോടതിയെ അറിയിച്ചു. ഏതായാലും പേരും പ്രശസ്തിയും എടുക്കാനുള്ള KA പോളിന്റെ ശ്രമത്തെ സുപ്രീം കോടതി തന്നെ തടഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ കേന്ദ്ര സർക്കാർ KA പോളിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യാപകമായ അനധികൃത പണപ്പിരിവിനെ രൂക്ഷമായി തന്നെ വിമർശിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിരുന്നു. മാത്രമല്ല, KA പോൾ കേരളത്തിലെ മാധ്യമങ്ങളെയും കാന്തപുരത്തെയും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷെ ആ വിമർശനമെല്ലാം അതല്ലെങ്കിൽ ആ എതിർപ്പുകളെല്ലാം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, KA പോളിന്റെ തന്നെ രൂക്ഷമായ ഭാഷയിൽ സുപ്രീം കോടതിയിൽ നിന്നും മറുപടി നൽകിയിരിക്കുകയാണ്. പക്ഷേ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ന് നൽകിയ ഒരു ചാനൽ ഇന്റർവ്യൂവിൽ പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്തിട്ടുണ്ടെന്നും അതിന് നേതൃത്വം നൽകിയ അതല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളുമായി സംസാരിച്ച സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീർ സെപ്റ്റംബർ 4 കേരളത്തിലേക്ക് വരുന്നുണ്ടെന്നും അദ്ദേഹം ന്യൂസ് 24 അറിയിച്ചു.